ഇഗ്നൈറ്റിംഗ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനു മുൻപത്തെ എപ്പിസോഡിൽ നമ്മൾ മധ്യകാല ലോകം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മധ്യകാല കേരളമാണ് നോക്കുന്നത്. SCERT പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിലൂടെ അത്രയും പ്രാധാന്യം കൊടുത്താണ് നമ്മളിപ്പോൾ SCERT പാഠഭാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ 6ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠഭാഗത്ത് നിന്നും 8ാമത്തെ ചാപ്റ്ററിൽ നിന്നും മധ്യകാല കേരളം എന്നുള്ളത്. ഇതിപ്പോൾ 8 അല്ല, ഇത് 9ാമത്തെ ചാപ്റ്ററാണ്, ക്ഷമിക്കണം. 8ാമത്തെ ചാപ്റ്റർ മധ്യകാല ലോകമായിരുന്നു. ഇത് 9ാമത്തെ ചാപ്റ്ററാണ്, മധ്യകാല കേരളം എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഒരു CE 9ാം നൂറ്റാണ്ട് മുതൽ 18 വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത് ചെപ്പേടുകളിൽ നിന്നാണ്. ഒരു ചെപ്പേടിൻ്റെ മാതൃകയാണ്, അത് പാഠഭാഗത്തിലുള്ളതാണ്. ഇതൊരു ജൂത ചെപ്പേടാണ്. ചെപ്പേടുകളിൽ നിന്ന് നമുക്ക് എന്താ ലഭിച്ചിട്ടുള്ളത്? CE 9 മുതൽ 18 വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയിട്ടുള്ള അറിവുകളാണ് നമുക്ക് ചെപ്പേടുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഈ ചെപ്പേടിൽ ഉപയോഗിച്ചിരിക്കുന്നത് വട്ടെഴുത്ത് ലിപിയാണ്. എന്ത് ലിപിയാണ്? വട്ടെഴുത്ത് ലിപി. നമ്മൾ വരുന്ന ക്ലാസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ലിപികളെ പറ്റിയിട്ടൊക്കെ നോക്കും. ഇപ്പം മനസ്സിലാക്കുക ഇത്ര മാത്രം: മധ്യകാല കേരളത്തെ പറ്റിയിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചെപ്പേടുകളിൽ നിന്നാണ്. ഇതൊരു ചെപ്പേടിന് ഉദാഹരണമാണ്. ഏതാണിത്? ഇത് ജൂത ചെപ്പേടാണ്. ഈ ചെപ്പേടിൽ ഉപയോഗിച്ചിരിക്കുന്നത് വട്ടെഴുത്ത് ലിപിയാണ്. അത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട്, എന്താണ് ഈ ചെപ്പേടുകൾ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുമല്ലോ. ചെപ്പേടുകളെന്ന് പറയുന്നത് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകളെന്ന് വിളിക്കുന്നത്. എന്താണ്? ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകളെന്ന് വിളിക്കുന്നത്. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാരരേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. എന്താണ്? നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാരരേഖകൾ പ്രധാനമായിട്ടും ചെപ്പേടുകളിലായിരുന്നു. ഈ ചെപ്പേടുകൾ, ഇതിന് ഉദാഹരണം ഏതൊക്കെയാണ്? തെരിസാപ്പള്ളി ചെപ്പേട്, ജൂത ചെപ്പേട്. അതുപോലെ തന്നെ ചില ചെപ്പേടുകളിൽ ഭരണാധികാരികളുടെ, നാടുവാഴികളുടെ ഭരണവർഷവും ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് നോക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു. പരീക്ഷയിൽ നമുക്ക് എന്തും ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോകണം. അപ്പോൾ നമുക്ക് ചെപ്പേടുകൾ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകളെന്ന് വിളിക്കുന്നത്. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും അതുപോലെ കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാരരേഖകൾ പ്രധാനമായിട്ടും എങ്ങനെയായിരുന്നു? ചെപ്പേടുകളിലായിരുന്നു. തെരിസാപ്പള്ളി ചെപ്പേട്, ജൂത ചെപ്പേട്, അങ്ങനെ 2 ചെപ്പേടുകൾ ഈ ചെപ്പേടുകൾക്ക് ഉദാഹരണമാണ്. ഇതിൽ ജൂത ചെപ്പേടാണ് നമ്മൾ തൊട്ട് മുൻപ് കണ്ടത്. വട്ടെഴുത്ത് ലിപി ഉപയോഗിച്ചെഴുതിയ ജൂത ചെപ്പേടാണ് നമ്മൾ തൊട്ട് മുൻപ് കണ്ടത്. ചില ചെപ്പേടുകളിൽ നാടുവാഴികളും അവരുടെ ഭരണവർഷവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചെപ്പേടുകൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത് ആദ്യകാലത്ത്. അപ്പോൾ കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. CE 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. CE 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്നാണ് അറിയപ്പെട്ടത്. CE 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാരെ പെരുമാക്കൾ എന്നാണ് അറിയപ്പെട്ടത്. പെരുമാക്കൾക്ക് മുൻപ് ആരായിരുന്നു? മൂവേന്തന്മാരായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. CE 9ാം നൂറ്റാണ്ടോടെ ആരാണ് അവിടെ? പെരുമാക്കന്മാർ ഭരണം വന്നു. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്നറിയപ്പെട്ടത്. മഹോദയപുരം എന്നറിയപ്പെട്ടത് ഇന്നത്തെ കൊടുങ്ങല്ലൂരും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്നറിയപ്പെട്ടത്. പെരുമാക്കന്മാർ ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിലും ഈ പെരുമാക്കന്മാരെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? പെരുമാക്കന്മാർ ചേരൻ,
ചേരമാൻ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടു. അതുപോലെ ചില ഭരണാധികാരികളെ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും എന്ത് ചെയ്തു? സ്വീകരിച്ചു. നമ്മൾ പറഞ്ഞത് കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നീട് എന്താണ് പറഞ്ഞത്? C9 നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്നറിയപ്പെട്ടത്. ഇന്നത്തെ കൊടുങ്ങല്ലൂരും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്ന് അറിയപ്പെട്ടത്. പെരുമാക്കന്മാർ ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിലും അതുപോലെ ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ എന്താണ് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സവിശേഷതകൾ നോക്കാം നമുക്കിനി. അത് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ അതും നോക്കുന്നത്. എന്താണ്? ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായിരുന്നു പെരുമാൾ കാലത്ത്. എന്താണ്? പെരുമാക്കന്മാർ ഭരണം നടത്തിയിരുന്ന ആ കാലത്ത് ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായിരുന്നു. കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആരാണ്? ആളടിയാന്മാരായിരുന്നു. ഇത് പൊതുവെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ ചിലയിടത്ത് രാജാവ്, പ്രഭു, കർഷകർ അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പം കൂടുതൽ നാടുവാഴികളായിട്ടുള്ളവരും ബ്രാഹ്മണന്മാരും അവരിങ്ങനെ അധികാരം കയ്യേറിയിരുന്നു. താഴെ തട്ടിൽ അടിയാളന്മാരായിട്ട് കർഷകർ കുടിയാന്മാരായിട്ട് മാറി. ആ വ്യവസ്ഥ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ തന്നെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. പെരുമാൾ കാലത്ത് എന്താണ്? ജലലഭ്യത കൂടിയ പ്രദേശങ്ങളിലൊക്കെ കൃഷി വ്യാപകമായിട്ട് വർദ്ധിച്ചു. കാർഷിക ഗ്രാമങ്ങളിൽ എന്ത് ചെയ്തു? ബ്രാഹ്മണന്മാർ അവരുടെ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ സ്വാഭാവികമായിട്ടും എന്താണ്? ബ്രാഹ്മണന്മാർ കണക്റ്റഡ് ആയിട്ടുള്ളത് ക്ഷേത്രങ്ങളുമായിട്ടല്ലേ. ആ ക്ഷേത്രങ്ങൾ എന്തായിട്ട് മാറി? അധികാര കേന്ദ്രങ്ങളായിട്ട് വികസിച്ചു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായി? ബ്രാഹ്മണർക്കായി. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്ന ആളടിയാന്മാരായിരുന്നു, അതായത് അടിയാന്മാരായിരുന്നു. അവരെന്ത് ചെയ്തു? അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇല്ല, പക്ഷേ അധ്വാനം മുഴുവൻ അവർക്കായിരുന്നു. ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ എന്തായി? നാടുകളുണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവരാരായിരുന്നു? നാടുവാഴികൾ എന്നറിയപ്പെട്ടു. സ്വാഭാവികമായിട്ടും കാർഷിക ഗ്രാമങ്ങളുണ്ടായി. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായിട്ട് മാറി. ബ്രാഹ്മണന്മാർ അധികാരങ്ങൾ കയ്യേറി. കുടിയാന്മാരും കർഷകരും അധ്വാനിക്കാൻ തുടങ്ങി. അങ്ങനെ പല പല കാർഷിക ഗ്രാമങ്ങളുണ്ടായി. അതിന് പുറമെ എന്താണ്? വിവിധ തൊഴിൽ കൂട്ടങ്ങളുണ്ടായി. അങ്ങനെ കൃഷി വളർന്നതോടെ എന്തായിട്ടുണ്ടായി? നാടുകൾ ഉണ്ടാവാൻ തുടങ്ങി. ആ നാടുകൾ ഭരിക്കുന്നവരാരായിട്ട് മാറി? നാടുവാഴികളായിട്ട് മാറി. മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായും പ്രാദേശികമായും കച്ചവടമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നാടുകളുണ്ടായി, അവിടെ നാടുവാഴികൾ ഭരണം കയ്യേറി എന്ന് പറഞ്ഞില്ലേ. പിന്നെന്താണ്? പ്രാദേശികമായ കച്ചവടങ്ങൾക്ക് പുറമെ എന്ത് ചെയ്തു? പുറം നാടുകളുമായിട്ടും കച്ചവട ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. നമുക്കിനി നാടുവാഴി സ്വരൂപം നോക്കാം. 12 നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം എന്ത് ചെയ്തു? അവസാനിച്ചു. 9 നൂറ്റാണ്ടിൽ ആരംഭിച്ച ആ പെരുമാക്കന്മാരുടെ ഭരണം അത് 12 നൂറ്റാണ്ടോടെ അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. ഒരു കഥ പോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളെപ്പോഴും. അപ്പം നമുക്ക് എന്താണ്? നല്ല രീതിയിൽ അതിനെ കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ 12 നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിക്കുകയും അപ്പം പെരുമാളായിരുന്നു ഹെഡെങ്കിൽ അവരുടെ കീഴിൽ നാടുകളിൽ ഭരണം നടത്തിയ നാടുവാഴികളുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? അവരുടേതായ രീതിയിൽ അവരവരുടെ നാടുകളിൽ എന്ത് ചെയ്തു? ഭരണം നടത്താൻ തുടങ്ങി. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. ഇപ്പം എന്താണ് സ്വരൂപം എന്ന് മനസ്സിലായില്ലേ? അങ്ങനെ നാടുവാഴികളുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണെന്ത്? സ്വരൂപങ്ങളെന്ന് പറയുന്നത്. നാടുവാഴികളുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. അതുപോലെ നാടുവാഴികളുടെ കുടുംബവും എന്താണ്? സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത്.
വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂര് സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപം, ചിറയ്ക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപം എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ. ഇതും നമുക്ക് പരീക്ഷയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. പെരുമാൾ ഭരണം അവസാനിച്ചതോടെ എന്ത് ചെയ്തു? ഓരോ നാടും ഭരിച്ചിരുന്ന നാടുവാഴികൾ അതാതു പ്രദേശത്തെ ഭരണം സ്വയം കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളെയും നാടുവാഴിയുടെ കുടുംബത്തെയും ഒക്കെ എന്താണ്? സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത്. പിന്നെ കുറച്ച് സ്വരൂപങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ പറയുന്നത്. വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപമായിരുന്നു. കൊച്ചി ഭരിച്ചത് പെരുമ്പടവ് സ്വരൂപമായിരുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപമാണ്. ചിറയ്ക്കൽ ഭരിച്ചിരുന്നത് ആരാണ്? കോല സ്വരൂപമായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ കാലത്തെ സ്വരൂപങ്ങൾ. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആധിപത്യത്തിന് വേണ്ടി നാടുവാഴികൾ എന്ത് ചെയ്തു? പരസ്പരം പോരടിച്ചു. അതും മനസ്സിലാക്കാൻ പാടുള്ള കാര്യമല്ലല്ലോ. അത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയറായി. ഈ സ്വരൂപങ്ങളും അവരുടെ നാടുകളും എന്താണ്? വേണാട് ഭരിച്ചിരുന്നത് ഏത് സ്വരൂപമാണ്? ചിറയ്ക്കൽ ഭരിച്ചിരുന്നത് ഏത് സ്വരൂപമാണ്? അത് വളരെ പ്രാധാന്യത്തിൽ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായ കാര്യം പറഞ്ഞു. ഇനി അങ്ങാടികളും തുറമുഖങ്ങളും ഒക്കെ ഈ മധ്യകാല കേരളത്തിലുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട അങ്ങാടികളാണ് അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. ഇത്രയും എന്താണ്? പ്രധാനപ്പെട്ട അങ്ങാടികളാണ്. ഏതൊക്കെയാണ്? അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. ഇതിത്രയും പ്രധാനപ്പെട്ട അങ്ങാടികളാണ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. ഇതിത്രയും എന്താണ്? പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെപ്പേടുകളുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കൃതികളിൽ നിന്ന് നമുക്ക് എന്താണ്? ആ കാലത്തിൻ്റെ അവശേഷിപ്പുകൾ, ആ കാലത്ത് നിലനിന്നിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്? കൃതികളിൽ നിന്നും കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മണിപ്രവാളം എന്താണെന്ന് നോക്കാം. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അതാണ് മണിപ്രവാള രീതി എന്നറിയപ്പെടുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ എന്ത് ചെയ്തു? രചിക്കപ്പെട്ടു. കൃതികളിൽ നിന്ന് നമുക്ക് ആ അവശേഷിപ്പുകൾ കിട്ടുന്നു എന്ന് പറഞ്ഞില്ലേ? അത്തരത്തിൽ അന്നത്തെ കൃതികൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ശൈലി എന്താണ്? മണിപ്രവാളമായിരുന്നു. ആ മണിപ്രവാളം എന്താണ്? മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് രൂപം കൊണ്ട ഒരു ഭാഷാ ശൈലിയാണ് മണിപ്രവാളം. അപ്പോൾ എന്താണ് മണിപ്രവാളം എന്ന് മനസ്സിലാക്കുക. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അതാണ് മണിപ്രവാള രീതി എന്ന് അറിയപ്പെടുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തു? ഈ മണിപ്രവാള ശൈലിയിൽ എന്ത് ചെയ്തു? രചിക്കപ്പെട്ടു. അതുപോലെ തന്നെ മണിപ്രവാള ശൈലിയെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ആ കാലത്തെ കുറേ കൃതികളും നമുക്ക് എന്താണ്? അന്നത്തെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു. അന്നത്തെ കാലത്തെ മലയാള ഭാഷയുടെ ആ വികാസത്തിനുമെല്ലാം വഴിതെളിച്ച കൃതികൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണവും മഹാഭാരതം, കിളിപ്പാട്ടും, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളുമൊക്കെ മലയാള ഭാഷയുടെ വികാസത്തിന് എന്ത് ചെയ്തു? മധ്യകാല കേരളത്തിൽ വഴിതെളിച്ചു. 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിയുദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണൂസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിയുദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണൂസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് എന്ത് ചെയ്തു? സഹായകമായി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കൃതികളും അവയുടെ കർത്താക്കളെയും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എഴുതിയത്. ഇനി ഒരിക്കലും അത് മറക്കരുത്.
അറിയാവുന്നൊരു റിവിഷനായി കണ്ടാൽ മതി. അറിയാത്തവരെന്ത് ചെയ്യുക, ഇപ്പം തന്നെ പഠിച്ചു വെക്കുന്നു. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എഴുതിയത്. എഴുത്തച്ഛൻ്റെയാണ് രാമായണവും മഹാഭാരതം കിളിപ്പാട്ടും. കുഞ്ചൻ നമ്പ്യാരുടേതാണ് എന്ത്, തുള്ളൽ കൃതികൾ ആരുടേതാണ്, കുഞ്ചൻ നമ്പ്യാരുടേതാണ്. അതുപോലെ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ചതാണ് മുഹിയുദ്ദീൻ മാല. ആരാണ്? ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ചതാണ് മുഹിയുദ്ദീൻ മാല. 18-ാം നൂറ്റാണ്ടിൽ അർണൂസ് പാതിരി രചിച്ചതാണ് പുത്തൻ ബാന. ഇതും മലയാള ഭാഷയുടെ പുരോഗതിക്ക് എന്ത് ചെയ്തു, സഹായകമായിട്ട് മാറി. ഇതിനു പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽ പാട്ട് എന്നിവയും മലയാള ഭാഷയെ എന്ത് ചെയ്തു, കൂടുതൽ ജനകീയമാക്കി മാറ്റി. നമ്മളിവിടെ അറബി മലയാളം എന്ന് പറഞ്ഞില്ലേ, ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ചതാണ് മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഈ അറബി മലയാളം എന്നൊന്ന് നോക്കാം. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ഉപയോഗിച്ചിരുന്നത്. വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം എന്ത് ചെയ്തു, മികച്ച പുരോഗതി കൈവരിച്ചു. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമമാധവൻ നൽകിയ സംഭാവനകളും എന്ത് ചെയ്തു, ലോകശ്രദ്ധ നേടി. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയതും അക്കാലത്താണ്. ചരിത്ര വിവരങ്ങൾ അടങ്ങിയ മൂഷകവംശവും തുഹഫത്തുൽ മുജാഹിദിയും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. എന്തൊക്കെയാണ്? അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം എഴുതിയ ശങ്കരനാരായണീയവും അതുപോലെ ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമമാധവൻ നൽകിയ സംഭാവനകളും ആയുർവേദ ഗ്രന്ഥമായിട്ടുള്ള അഷ്ടാംഗ ഹൃദയവും ഒക്കെ എന്താണ്, അക്കാലത്ത് എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചരിത്ര വിവരങ്ങൾ അടങ്ങിയ മൂഷകവംശവും തുഹഫത്തുൽ മുജാഹിദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. അക്കാലത്തെ പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളെ നമ്മൾ ശാലകളെന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇവയെ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്നുള്ള വിദ്യാലയങ്ങളെ പള്ളികളെന്നാണ് വിളിച്ചത്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ശാലകളൊക്കെ എങ്ങനെയാണ്, അത് പൊതുവായിട്ടും ക്ഷേത്രങ്ങളോട് ചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവയെ വിദ്യാകേന്ദ്രങ്ങളെ നമ്മൾ ശാലകളെന്നായിരുന്നു അക്കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബുദ്ധകേന്ദ്രങ്ങളോട് കൂടിയ വിദ്യാലയങ്ങളെ നമ്മൾ പള്ളികളെന്നാണ് അക്കാലത്ത് പള്ളികളെന്നാണ് വിളിച്ചിരുന്നത്. ശാലകൾക്ക് ഉദാഹരണമാണ് കാന്തള്ളൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാല. ഇതെല്ലാം ശാലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മധ്യകാല കേരളത്തിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി പറയുകയാണ്. ഒരു CE 9 മുതൽ 18 വരെയുള്ള മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് നൽകുന്നതാണ് ചെപ്പേടുകൾ. ഇത് ജൂതച്ചെപ്പേടാണ്. വട്ടെഴുത്ത് ലിപിയാണ് ഈ ചെപ്പേടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചെപ്പേടുകളെന്ന് പറയുന്നത് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിപികളെയാണ് ചെപ്പേടുകളെന്ന് വിളിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രാചീന തമിഴകത്തിൽ, കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിലെ മൂവേന്തന്മാരുടെ ഭരണത്തെപ്പറ്റി പറഞ്ഞു. മൂവേന്തന്മാരിൽ നിന്നും CE 9-ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി വന്ന രാജഭരണത്തെപ്പറ്റി പറഞ്ഞു. അങ്ങനെ പെരുമാക്കന്മാരുടെ ഭരണകാലത്തെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നീട് പെരുമാക്കന്മാരുടെ കാലത്തെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള സവിശേഷതകൾ പറഞ്ഞു. ബ്രാഹ്മണ്യത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ മേധാവിത്വത്തെ പറ്റിയിട്ട് പറഞ്ഞു ആ കാലത്ത്. പിന്നെ മധ്യകാലഘട്ടത്തിൽ പുറംനാടുകളുമായിട്ടുള്ള പ്രാദേശികവുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളെ പറ്റി പറഞ്ഞു. നമ്മൾ പിന്നീട് പെരുമാൾ ഭരണത്തിന് ശേഷം നാടുവാഴി സ്വരൂപങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂര് സ്വരൂപമാണ്. കൊച്ചി ഭരിച്ചിരുന്നത് ആരാണ്? പെരുമ്പടപ്പ് സ്വരൂപമാണ്. കോഴിക്കോട് ഭരിച്ചത് നെടിയിരുപ്പ് സ്വരൂപമായിരുന്നു. ചിറക്കൽ ഭരിച്ചിരുന്നത് ആരാണ്? കോല സ്വരൂപമായിരുന്നു എന്ന് പറഞ്ഞു. അക്കാലത്തെ പ്രധാനപ്പെട്ട അങ്ങാടികളാണ് അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി മുതലായവ. തുറമുഖങ്ങളാണ് കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം.
പിന്നെ മണിപ്രവാളം എന്താണെന്ന് പറഞ്ഞു. എന്താണ്? മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഒരു ഭാഷാ ശൈലി രൂപം കൊള്ളുകയും അതിനെയാണ് നമ്മൾ മണിപ്രവാള രീതി എന്ന് പറയുകയും ചെയ്തത്. പിന്നീട് നമ്മൾ അക്കാലത്തെ മധ്യകാലഘട്ടത്തിൽ ഭാഷയുടെ വികാസത്തിന് സഹായിച്ച പ്രധാനപ്പെട്ട കൃതികളും അവരുടെ കർത്താക്കളെയും നോക്കി. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണവും മഹാഭാരതം കിളിപ്പാട്ടും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളും മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിയുദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ ബാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി എന്ന് പറഞ്ഞു. ഇവയ്ക്ക് പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽപ്പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. പിന്നീട് നമ്മൾ അറബി മലയാളത്തെ പറ്റിയാണ് പറഞ്ഞത്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയായിരുന്നു അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ മധ്യകാലത്തിൽ വൈജ്ഞാനിക മേഖലയിലുണ്ടായ പുരോഗതിയെപ്പറ്റി പറഞ്ഞു. അക്കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനായിരുന്നു ആര്? സംഗ്രാമമാധവൻ. പിന്നെ ആയുർവേദ ഗ്രന്ഥമായിട്ടുള്ള അഷ്ടാംഗഹൃദയവും ചരിത്ര വിവരങ്ങളടങ്ങിയ മൂഷകവംശവും ഇതെല്ലാം ആ കാലഘട്ടത്തിലെയാണെന്ന് പറഞ്ഞു. അക്കാലത്തിലെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നാണ് അറിയപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.